പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുന്ന റൊണാൾഡോയുടെ മുഖം ഏതൊരു ഫുട്ബോൾ പ്രേമികൾക്കും നൊമ്പരം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ പതനത്തിൽ അദ്ദേഹത്തെ കളിയാക്കിയും അപമാനിച്ചും കൊണ്ട് ഒരുപാട് പേർ ആഘോഷം കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹം തന്റെ രാജ്യത്തിന് വേണ്ടി യൂറോ കപ്പും നേഷൻസ് ലീഗും വേൾഡ് കപ്പ് യോഗ്യത നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റേഞ്ച് വേറെ ലെവൽ തന്നെയാണ്. എങ്ങും അറിയാണ്ടിരുന്ന പോർച്ചുഗീസ് പടയെ ലോക പ്രശസ്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ ഒരാൾ മാത്രമായിരുന്നു. കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, അദ്ദേഹം പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങളൊരു റൊണാൾഡോ ഫാൻസ് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് പകുതി മുക്കാല് പേര് നെയ്മർ, മെസ്സി, റൊണാൾഡോ ഫാൻസ് ആയിരിക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള പ്ലെയർ ആരാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ ഏത് ടീമിനെയും സപ്പോർട്ട് ചെയ്യണേയും താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. നിങ്ങളൊരു മെസ്സി ഫാൻ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ തന്നെ ഷോർട്ട് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. നിങ്ങൾ റൊണാൾഡോ ഫാൻ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. എന്നിട്ട് റൊണാൾഡോയുടെ പവറും കാര്യങ്ങളൊക്കെ കാണിക്കുക. നിങ്ങൾ നെയ്മർ ഫാൻ ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് #നെയ്മർ എന്നടിച്ച് പവർ കാണിക്കുക. നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നാണ് ഈ വീഡിയോ കാണുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്ത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ പകുതി മുക്കാൽ ഗൈസ്, വേൾഡ് കപ്പ് ഏതൊക്കെ രാജ്യങ്ങൾക്ക് കിട്ടിക്കണമെന്ന് നോക്കിയാലോ. അപ്പൊ നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ടിനാണെങ്കിൽ ഒരു കപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്പെയിനിനും ഒരു കപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്താണ് യുറേക്കും 2 കപ്പും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസിന് 2 കപ്പ് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, അതിലൂടെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഓക്കെ, അർജന്റീനക്ക് 2 കിട്ടിയിട്ടുണ്ട് ഗൈസ്, അർജന്റീന ഫാൻസ് ഒക്കെ താഴത്ത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കുവാണെങ്കിൽ ഇറ്റലിക്ക് ഒരു 4 കപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ല ഗൈസ്, അപ്പൊ നോക്കുവാണെങ്കിൽ ജർമ്മനിക്കും കാര്യങ്ങളൊക്കെ 4 കപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഏത് രാജ്യമാണ് കൂടുതൽ ഇഷ്ടം താഴത്ത് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ഏതാണെന്ന് കൂടി താഴത്ത് കമന്റ് ചെയ്തു. അപ്പൊ നോക്കുവാണെങ്കിൽ ബ്രസീലിന് 5 കപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഏതാ ഗൈസ് വേൾഡ് കപ്പ്? മച്ചന്മാർ ഇന്നത്തെ പരിപാടി എന്താന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ നമ്മൾ ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പോവാണ്. വീഡിയോ ഫുള്ള് കാണും കേട്ടോ. ചേട്ടാ ചേട്ടാ എന്താ കടന്നുറങ്ങണേ? ഒരു 10 രൂപ ഉണ്ടാവോ? എൻ്റെ ബസ് കാശ് പോയി, ഒരു 10 രൂപ ഉണ്ടാവോ? ഇല്ലെങ്കിൽ വേണ്ട കേട്ടാ ചേട്ടൻ ഈ പൈസ വെച്ചോ. ഞാനൊരു യൂട്യൂബറാണ്. ചേട്ടൻ ഈ പൈസ വെച്ചോ. ചേട്ടൻ്റെ സാധനങ്ങളാണൊക്കെ. ചേട്ടൻ താമസിക്കുന്നത് എവിടെയാണ്? വീടില്ല. ഇവിടെ 2 പിള്ളേർ. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്രൗണ്ടിലും മാച്ച് തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതെ, തൻ്റെ ആ ഒരു പ്രാക്ടീസിലൂടെ തന്നെയാണ് തനിക്ക് ഇന്ന് ഈ ഒരു അച്ചീവ്മെൻറ്റിൽ എത്താൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഒരു ഡ്രോൺ പറത്തി വിടും, എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഫുട്ബോളുകൾ വെച്ച് ആ ഒരു ഡ്രോണെ താഴ്ത്തി വീഴ്ത്താനാണ് താൻ ശ്രമിക്കുന്നത്. എന്നാലും ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരിക്കട്ടെ. ഇന്നത്തെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും